പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ തോമസ് മാത്യു അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ വാരിക്കാട് സെഹിയോൻ മാർത്തോമ ഇടവകയുടെ വികാരിയാണ്. അച്ഛൻ വിദേശത്ത് അതുപോലെ തന്നെ സ്വദേശത്ത് മറ്റ് പലയിടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ അദ്ദേഹം വികാരിയായിരുന്നു. അതുപോലെ തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിരുന്നു. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛ നമസ്കാരം. നമസ്കാരം. തോമസ് മാത്യു അച്ഛൻ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റാഞ്ചി അതുപോലെ തന്നെ ഇൻഡോറിലെ മറ്റ് പല പ്രദേശങ്ങളിലും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യം, വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്ത അച്ഛൻ എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാതലായ ലക്ഷ്യം എന്തായിരുന്നു? മനുഷ്യൻ്റെ സഹജമായ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്ത കാലമെല്ലാം ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ളത്. ആകമാനമായ വ്യക്തിത്വ വികസനം എന്ന ഏക ലക്ഷ്യം മതവർഗ വർണ്ണ വിവേചനമില്ലാതെ നിർവഹിക്കുന്നതിനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാനതിനെ കണ്ടിട്ടുള്ളത്. ഓക്കെ അച്ഛാ, അച്ഛൻ ഇൻഡോറിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തതാണ്, റാഞ്ചിയിലൊക്കെ വർക്ക് ചെയ്ത്. നമ്മൾ ക്രൈസ്തവർക്ക് വേണ്ടിയല്ലല്ലോ ആ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത്. പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്ത ഇടങ്ങളിലെല്ലാം തന്നെ ഒരുപാട് മറ്റു മതത്തിലുള്ള ആളുകളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സമീപനം എങ്ങനെയായിരുന്നു? ക്രൈസ്തവ സാന്നിധ്യം വളരെ കുറവുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഏറെ പ്രൗഢമായ വളരെ നിലവാരമുള്ള ആ സംസ്ഥാനങ്ങളിലെ തന്നെ ഏറെ അറിയപ്പെടുന്ന സ്കൂളുകളായിരുന്നു ഇൻഡോറിലും റാഞ്ചിയിലും നമുക്കുള്ള സ്കൂളുകൾ. അവിടെയുള്ള ഭൂരിഭാഗം ഹൈന്ദവ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും മറ്റിതര ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും വളരെ സഹവർത്തിത്വത്തോടും വിവേചനമില്ലാതെയും വളരെ ശ്രദ്ധയോടെ ഒരു സമൂഹ സൃഷ്ടി, രാഷ്ട്രനിർമ്മിതി എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതിൽ ഏറെ ശ്രദ്ധിക്കുന്നതിനും ശ്രമിക്കുന്നതിനും എനിക്കിടയായി എന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ സ്മരിക്കുന്നു. ഓക്കെ അച്ഛാ, അച്ഛൻ ആ സ്കൂളുകളിൽ വർക്ക് ചെയ്ത സമയത്ത് majority of the people from different culture and different background, especially from other religion. അപ്പോൾ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടായിരുന്നല്ലോ, അവരെ എങ്ങനെയാണ് അച്ഛൻ ഹെൽപ്പ് ചെയ്തത്? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥിനികൾ ഏത് സമൂഹത്തിൽപ്പെട്ടതായാലും അധ്യയന വർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വിദ്യാഭ്യാസ സഹായം എത്തിക്കത്തക്ക വിധത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സഹായ ധനം നൽകൽ ഇത്യാദി കാര്യങ്ങൾ ഏറെ ശ്രദ്ധയോടെ നിർവഹിച്ചിട്ടുണ്ട്. ഓക്കെ അച്ഛാ. അച്ഛാ, എനിക്കറിയാം നമ്മുടെ സഭ മലങ്കര മാർത്തോമ സുറിയാനി സഭ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലൂടെ മാനവീകരണം സാധ്യമാക്കിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും നമ്മൾ ഒരു മതം മാറ്റത്തിന് ശ്രമിച്ചിട്ടില്ല. അച്ഛൻ്റെ ഒപ്പീനിയൻ എങ്ങനെയായിരുന്നു അതിന്? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നിലും തന്നെ ക്രൈസ്തവ മതം ശ്രദ്ധയോടെ ബുദ്ധിപൂർവമായി അവരിൽ ഏൽപ്പിക്കുന്നു, അവരെ പറഞ്ഞ് പങ്കിടുന്നു എന്നുള്ള ഒരാശയത്തോടെയല്ല. വിദ്യാഭ്യാസത്തെ അതിൻ്റെ തനത് ഭാവത്തിൽ, വിദ്യാഭ്യാസത്തെ അതിൻ്റെ വിശുദ്ധിയോടെ വിദ്യാർത്ഥിനികൾക്ക് അറിവ് പകരണം, അതിലൂടെ അവർക്ക് വ്യക്തിത്വ വികസനം സംഭവിക്കണം എന്നുള്ള വളരെ ശ്രദ്ധയോടുകൂടിയ ഒരു സമീപനമാണ് സഭയുടെ സ്ഥാപനങ്ങളിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. ഓക്കെ, എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലൂടെ ഒരു വികസനം നടക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. ഡീഎൻവെലോപ്പിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു വികസനം നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേരെ കൈപിടിച്ചുയർത്താനും പഠിപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ജോലി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലേ? ഉണ്ട്. അതെങ്ങനെയായിരുന്നു? അത് സന്തോഷകരമായ ഒരു അനുഭവമല്ലേ? അതായത് അവിടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ 50-ലധികം വർഷങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെ കാര്യമാത്ര പ്രസക്തമായ സംഭാവന നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അവിടെ പഠിച്ചവർ തന്നെ അവിടെ അധ്യാപകരായി വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായൊരു സംഗതിയാണ്. അവിടെ പഠിച്ചിട്ടുള്ളവരുടെ മക്കൾ അവിടെ തന്നെ വിദ്യാഭ്യാസം സിദ്ധിക്കത്തക്ക വിധത്തിൽ അവിടെ മാത്രം അഡ്മിഷൻ മതി എന്നുള്ള നിലയിൽ വരുന്ന ധാരാളം മാതാപിതാക്കന്മാരെ എൻ്റെ ശ്രദ്ധയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ അല്പം പോലും വിവേചനമില്ലാതെ നൽകാനായി നാം പരിശ്രമിക്കുമ്പോൾ സ്വീകരിക്കുന്നവർ വളരെയധികം ബഹുമാനത്തോടും സഭയുടെ ശുശ്രൂഷകളേറെ കാലാനുസൃതവും സംഗതവുമാണ് എന്ന ബോധ്യത്തോടും ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പങ്കുചേരുന്നു എന്നത് നേരിട്ട് കണ്ടറിയാനും അനുഭവിപ്പാനും അവരുടെ സഹകരണവും പിന്തുണയും ലഭിക്കാനും ഇടയായ കാലങ്ങളൊക്കെ ഞാൻ വളരെയധികം സന്തോഷത്തോടെ സ്മരിക്കുന്നു. നമ്മൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അത് എങ്ങനെയായിരുന്നു അച്ഛൻ്റെ അനുഭവത്തിൽ?
നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും പ്രായോഗികമായി അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരേത് നിലയിലേക്ക് അവരുടെ പഠനത്തിൻ്റെ ദിശ തിരിച്ചുവിടണം എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു തനതായ അറിവ് ലഭിക്കത്തക്ക വിധത്തിലുള്ള കരിയർ ഗൈഡൻസ് പരിപാടികൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമ്മൾ നൽകുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ സ്ഥാപനങ്ങൾ അങ്ങനെ കരിയർ ഗൈഡൻസ് കൊടുക്കുന്നു. ആളത്തെ വികസനം മാത്രമല്ല, ഭാവി ഭാസുരമാക്കാനായിട്ട് ഡിറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അച്ഛന് ഇപ്പോൾ പട്ടമേറ്റിട്ട് എത്ര വർഷമായി? 34 വർഷമായി പൂർത്തീകരിക്കുന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാനായിട്ട് ഇടയായ സാഹചര്യങ്ങളിൽ സഭയുടെ ഒരു പ്രത്യേക നിർദ്ദേശവും നിയോഗവും ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അടിസ്ഥാനപരമായി ഒരു പട്ടക്കാരനാകണ്ട എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ BEd വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞത്. എന്നാൽ BEd വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞ ശേഷം ഞാൻ പ്രാഥമികമായി 1 വർഷക്കാലം അധ്യാപകനായി എൻ്റെ പട്ടത്ത ശുശ്രൂഷയിലേക്കുള്ള ഒരുക്കത്തിന് മുമ്പ് പ്രവർത്തിച്ചത് പട്ടക്കാരനാകണ്ട എന്ന ആഗ്രഹത്തോടെയാണ്. എന്നാൽ ആ കാലയളവിൽ എനിക്ക് സ്വയമായി തിരിച്ചറിയുന്നതിനും എൻ്റെ വഴി അതല്ല മറ്റൊന്നാണ് എന്ന തിരിച്ചറിവിലാണ് ഞാൻ വൈദിക ശുശ്രൂഷയിലേക്ക് അവിടെ നിന്ന് മടങ്ങി വരുവാനിടയായത്. ശരിക്കും ടീച്ചിങ് മിനിസ്ട്രിയിലേക്ക് വന്നു. അച്ഛൻ BEd പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ടീച്ചിങ് മിനിസ്ട്രിയിലേക്ക് വന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പട്ടക്കാരൻ കർത്താവിൻ്റെ ടീച്ചിങ് മിനിസ്ട്രിയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടവനാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണോ അച്ഛൻ പട്ടക്കാരനായത്? എൻ്റെ പട്ടത്ത ശുശ്രൂഷയിലേക്കുള്ള വരവ് എൻ്റെ സ്വയമായ തീരുമാനമാണ്. എന്നാൽ എന്നെ സ്വാധീനിച്ചത് എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ മാതാപിതാക്കന്മാർ, സർവോപരി ഈ കാര്യത്തിൽ ഞാൻ സ്മരിക്കുന്ന ഒരാൾ ഭാഗ്യസ്മരണീയനായ റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ അത്തനേഷ്യസ് എപ്പിസ്കോപ്പ തിരുമനസ് കൊണ്ടാണ്. 1985 ഞാൻ സാന്ദർഭികമായി മാരാമൺ കൺവെൻഷനിൽ ഒരു ബുധനാഴ്ച രാവിലെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ കൗതുകത്തോടെ സ്റ്റേജ് വീക്ഷിക്കുന്നതിനും മാരാമൺ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നതിനും പന്തൽ കാണുന്നതിനും ആളുകളെ കാണുന്നതിനും ഒക്കെ ആയിട്ടാണ് ഞാൻ അവിടെ പോയത്. ആ സന്ദർഭത്തിൽ സ്റ്റേജ് കാണാൻ വേണ്ടി മുൻനിരയിൽ മണലിൽ ഇരുന്ന എന്നെ തികച്ചും ദൈവഹിതപ്രകാരം എന്നുള്ള നിലയിൽ ഒരു മുൻപരിചയമില്ലാതെ അഭിവന്യ തോമസ് മാർ അത്തനേഷ്യസ് എപ്പിസ്കോപ്പ തിരുമനസ് കൊണ്ട് ശ്രദ്ധിക്കുകയും കൺവെൻഷൻ കഴിഞ്ഞ് പ്രാർത്ഥനയും ആശീർവാദവും കഴിഞ്ഞ് എല്ലാവരും പിരിയുന്ന സന്ദർഭത്തിൽ ഒരാളെ വിട്ട് എന്നെ വിളിപ്പിക്കുകയും ഉച്ച കഴിഞ്ഞുള്ള യോഗത്തിന് പങ്കെടുക്കുന്നുണ്ടോ എന്ന് ആരായുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രാവിലത്തെ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകാനാണ് വന്നത്. അപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു, 2:30 മണിയാകുമ്പോൾ റിട്രീറ്റ് സെൻറ്ററിൽ വന്ന് എന്നെ കാണണം. അപ്പോൾ എന്നോടൊപ്പം വന്ന് കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുത്ത എൻ്റെ പിതാവിൻ്റെ ഒരു ഫസ്റ്റ് കസിൻ, അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. അപ്പോൾ തെല്ല് മനസ്സില്ലാ മനസ്സോടെ ഞാൻ അദ്ദേഹത്തോടൊപ്പം മാരാമൺ റിട്രീറ്റ് സെൻറ്ററിൽ അദ്ദേഹത്തെ 1985 ഫെബ്രുവരി മാരാമൺ കൺവെൻഷൻ കാലത്ത് അന്നൊരു ബുധനാഴ്ചയായിരുന്നു പോയി കണ്ടത് ഓർക്കുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ ഡിഗ്രി പരീക്ഷ പൂർത്തീകരിച്ച് BEdന് ഇങ്ങനെ പോകണം എന്നൊരുങ്ങിയിരിക്കുന്ന സന്ദർഭമാണ്. അവധിക്കാലത്ത് അരമനയിൽ വന്ന് ചെമ്പരപ്പള്ളി അരമനയിൽ, കോട്ടയത്ത് മാങ്ങാനത്തുള്ള അരമനയിൽ വന്ന് എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ പോകാതിരിക്കുകയും ചെയ്തു എന്നതാണ് സത്യം. എന്നാൽ അദ്ദേഹം കാലം ചെയ്യുന്ന 1985 ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം കാലം ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. കാലം ചെയ്യുന്ന ആഴ്ചയ്ക്കുള്ള ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിലാണ് അദ്ദേഹം ശുശ്രൂഷയ്ക്കായി വന്നത്. ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ പള്ളിയുടെ കല്ലിടിയിൽ കർമ്മവും ഉണ്ടായിരുന്നു. തലേദിവസം നടന്ന സന്ധ്യാധ്യാനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഫെബ്രുവരി മാസത്തിൽ ഞാനൊരാളെ ഈ പള്ളിയിൽ വെച്ച് കണ്ടു എന്ന് ഓർത്തിരിക്കുകയും ഞങ്ങളുടെ ഇടവക പട്ടക്കാരനായ ബഹുമാനപ്പെട്ട MV തോമസ് അച്ഛനോട് ഞാൻ കണ്ടയാൾ ഇവിടുന്ന് ഒരാളിനെ കണ്ടു എന്നും അദ്ദേഹം എന്നെ വന്ന് കണ്ടില്ല എന്നുമുള്ള സംഭവം ആവർത്തിച്ചപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ചിന്തിച്ചു അത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ എന്നെ തിരുമേനിയുടെ അടുക്കിലേക്ക് വീണ്ടും വിളിപ്പിക്കുകയും തിരുമേനി എന്നോട് ആരാഞ്ഞു, ഞാൻ അവധിക്കാലത്ത് വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് താങ്കൾ വന്നില്ലല്ലോ എന്ന് ആരായുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ BEd പഠിക്കാൻ വേണ്ടി അഡ്മിഷന് പോയ തിരക്കിലാണ് ഞാൻ അങ്ങയെ കാണാൻ വരാതിരുന്നത്, BEd പഠിത്തം കഴിഞ്ഞ് ഞാൻ വരാം എന്ന് പറയുകയും ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം ഈ ആയുസ്സിൽ നിന്ന് ഭൂമിയിൽ നിന്ന് തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ച് കാലയമുനയ്ക്ക് അപ്പുറത്ത് കടന്നുപോയി എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്.
അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നും എപ്പോഴും എൻ്റെ പട്ടത്തെ ശുശ്രൂഷയ്ക്ക് ഒരു തികഞ്ഞ സ്വാധീനമായി ഞാൻ കാണുന്നു. അത് എൻ്റെ ഒരു വലിയ സ്വാധീനമായി ഞാൻ തിരിച്ചറിയുകയും ചെയ്യുന്നു. അച്ഛൻ അതൊരു ദൈവവിളിയായിട്ട് അച്ഛൻ കാണുന്നു? ദൈവവിളിയായിട്ട് ഞാൻ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അധ്യാപനം 1 വർഷം പൂർത്തീകരിച്ച ശേഷം ഈ വഴിയല്ല എൻ്റേത്, മറ്റൊന്നാണ് എൻ്റേത് എന്നുള്ള തിരിച്ചറിവിൽ എൻ്റെ പിതാവിനോട് ഇല്ലൻ്റിൽ ഒരു കത്തയച്ച് മർത്തോമാ സെമിനാരിയിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം വരുത്തുകയും സ്വമേധയാ പൂർണ്ണമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെമിനാരിയിലേക്ക് പോവുകയും 1990 മർത്തോമാ സഭയിൽ അച്ഛനായി പട്ടം കിട്ടുകയും തുടർന്നുള്ള കാലയളവിൽ സഭയുടെ പ്രത്യേക ഒരു താല്പര്യപ്രകാരം സഭയുടെ വിവിധ സ്കൂളുകളിൽ വർക്ക് ചെയ്യുകയും ചെയ്യാനുള്ള അസുലഭമായ സന്ദർഭമാണ് മർത്തോമാ സഭയുടെ ശുശ്രൂഷയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ അച്ഛാ, അച്ഛൻ്റെ ഇപ്പോൾ ഈ എക്സ്പീരിയൻസ് കേട്ടപ്പം തന്നെ ദൈവം മനുഷ്യനിലൂടെ മനുഷ്യനെ വിളിക്കുന്നു. അത് ഞാൻ ഉത്തമമായി എൻ്റെ അനുഭവത്തിലൂടെ അത് ഒരു ടെസ്റ്റ് മണിയാണ്. പുരോഹിതൻ്റെ ഏറ്റവും വലിയ ദർശനവും ടെസ്റ്റ് മണിയാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. അച്ഛൻ്റെ പിതാവ് അപ്പച്ചൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ആഗ്രഹം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിലും ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ആ കാര്യത്തോട് വിമുഖനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത് ദുഃഖമുണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും എൻ്റെ വഴി അതല്ല എന്ന നിലയിലായിരുന്നു അക്കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അമ്മച്ചി ഈ കാര്യത്തിൽ ഞാൻ നിർബന്ധം പിടിക്കുന്ന ആളായിരുന്നില്ല. എന്നാൽ അമ്മച്ചിക്ക് ഈ കാര്യത്തിൽ ഞാൻ ആയാൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അതിൽ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുവന്ന ഒരു മാതാപിതാക്കളായിരുന്നു. അതെ, അത് അവരുടെ ഒരു ഉത്തമ ബോധ്യമായിരുന്നു. സ്വയം തീരുമാനിക്കുക, പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുക. അച്ഛന് ഈ വിദ്യാഭ്യാസ മേഖലയിലൂടെ വിവിധ ആളുകൾക്ക് വിവിധ സാഹചര്യങ്ങൾ വിവിധ ദേശത്ത് ഈ ഒരു പ്രീച്ചിങ് മിനിസ്ട്രിയും ടീച്ചിങ് മിനിസ്ട്രിയും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് ഇടയായി. അച്ഛൻ വന്ന സാഹചര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. അച്ഛൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 34 വർഷം അല്ലേ, 4 വർഷമായപ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ തികഞ്ഞ സംതൃപ്തിയോടെയാണ് 34-ാം വർഷത്തിലേക്ക് വന്നെത്തുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖലയും പുരോഹിത ശുശ്രൂഷയും വളരെ ക്രമീകൃതമായി വളരെ ചേർത്ത് വെച്ച് ശുശ്രൂഷിക്കുന്നതിനുള്ള അസുലഭ അവസരങ്ങൾ മർത്തോമാ സഭ എനിക്ക് തന്നു എന്ന് മാത്രമല്ല, ആ ശുശ്രൂഷകളിലെല്ലാം വളരെ സഫലമായി പ്രവർത്തിക്കാനുള്ള പിന്തുണയും അതുപോലെ തന്നെ പിൻബലവും സഭ എക്കാലത്തും എനിക്ക് നൽകിക്കൊണ്ടിരുന്നു എന്നത് സഭാ നേതൃത്വത്തോടുള്ള എൻ്റെ പകരം വെക്കാനാവാത്ത കടപ്പാടും കൃതജ്ഞതയുമാണ്. ഓക്കെ അച്ഛൻ, ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്. നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. മാർത്തോമാ കോളേജ്, തിരുവല്ലയിലെ മാർത്തോമാ കോളേജ്, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്, കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ്. അവിടെയൊക്കെ പ്രിൻസിപ്പളായിട്ടിരുന്ന പ്രഗത്ഭരായ ആളുകളെ ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രഗത്ഭരായിരുന്നു. അതിൽ എ പൈലി അച്ഛന്, TC തോമസ് അച്ഛൻ, മറ്റു അച്ഛന്മാരെയൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഇത് ഒരു വേറിട്ട ജീവിതശൈലിയല്ലേ? അച്ഛന്മാരിരിക്കുന്നു, അൽമായർക്കും അതുപോലെ തന്നെ തുല്യ അവകാശമുണ്ട്. പ്രഗത്ഭരായ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാരിരിക്കുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഉണ്ടോ, അതോ ഒരുപാട് സ്വാധീനിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലായിരുന്ന റാഞ്ചിയിൽ ഞാൻ ആരംഭിച്ച് ജാർഖണ്ഡിൽ റാഞ്ചി ആയതിനു ശേഷമാണ് ഞാൻ 5 വർഷത്തെ സേവനത്തിന് ശേഷം സെൻറ് തോമസ് സ്കൂൾ റാഞ്ചിയുടെ സേവനത്തിൽ നിന്നും നിവൃത്തനാകുന്നത്. ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ വളരെ വിവേചനരഹിതമായി പ്രാപ്തവും സഫലവുമായ ഒരു ശുശ്രൂഷ ചെയ്യാനാവുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. There is no limitation. Moreover, you can competitively do it. മാർത്തോമാ സഭയുടെ തന്നെ സ്ഥാപനങ്ങളിൽ അതിനുള്ളൊരു പരീക്ഷണം ഇനിയുള്ള കാലങ്ങളിൽ മുൻകാലങ്ങളിലെ പോലെ ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ. ഓക്കെ, നമ്മൾ ഒരു മതത്തിൻ്റെയും പഠിപ്പിക്കലുകളല്ല നമ്മൾ കോളേജിൽ നടത്തുന്നത്. എന്നാൽ ആ ഒരു ഫാദർ, അച്ഛൻ, ഒരു വാത്സല്യം ഒരു കുട്ടിക്ക് കൊടുക്കാൻ കഴിയില്ലേ? നിശ്ചയമായും കഴിയും. ഒരു പട്ടക്കാരൻ്റെ ജീവിത ദർശനം ലൗകിക കേന്ദ്രീകൃതമല്ല. പരിമിതികളേറെ ഉണ്ടാവാം, എന്നാൽ ആ പരിമിതികൾക്കപ്പുറമായി പ്രവർത്തിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ലഭ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്ക്. ഓക്കെ, ഞാൻ അധ്യാപകൻ എന്ന നിലയിൽ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ അച്ഛനായിട്ട് നിന്നിട്ടുണ്ട്. മറുവശത്ത് ഞാൻ പറയുകയാണ്, എന്നെ തടഞ്ഞു നിർത്തിയത് എൻ്റെ അൽമായനായിട്ടുള്ള ഒരു പ്രിൻസിപ്പളാണ്. ഞാൻ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ എന്നോട് പറയും, എടാ നീ ഒരച്ഛനാവാനാണ്, നീ രാഷ്ട്രീയം കളിക്കരുത്,
അൽമായനായിട്ടുള്ള. അപ്പോൾ ഒരു അധ്യാപകന് നമ്മളെ സ്വാധീനിക്കുവാനും ഇൻസ്പയർ ചെയ്യുവാനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഞാനത് വിശ്വസിക്കുന്നു. നമ്മളൊക്കെ പഠിപ്പിച്ച സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ പറയാൻ പറ്റും ഇതൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള മിനിസ്ട്രിയാണ്, എസ്പെഷ്യലി ടീച്ചിങ് മിനിസ്ട്രി. ടീച്ചിങ് മിനിസ്ട്രിയിൽ കൂടെ ഒരുപാട് വിദ്യാർത്ഥിനികളെ LKG അഡ്മിഷൻസിലൂടെ ഇൻഡക്റ്റ് ചെയ്യുന്നതിനും 12ാം ക്ലാസ്സിൽ വളരെ പ്രാപ്തമായി അവർ പരീക്ഷ പാസ്സായി ഉന്നത ശ്രേണിയിലേക്ക് നടന്നു കയറുന്നതും കാണാനുള്ള അവസരങ്ങൾ ധാരാളം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അവർ ലോകത്തിൻ്റെ തന്നെ നാനായിടങ്ങളിൽ വളരെ സമർത്ഥരായി ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഇന്ത്യയിലും ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഇന്ത്യക്ക് വെളിയിലും പ്രവർത്തിക്കുന്നത് കാണാനുള്ള അസുലഭ സന്ദർഭം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്ത സ്കൂളുകളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ മണ്ണിലായിരുന്നു. വിദേശ മിഷണറിമാർ വന്ന് ഇവിടെ വിദ്യാഭ്യാസം ചെയ്തും അവർ കൊണ്ടുവന്ന എല്ലാ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലൂടെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ നല്ല മനുഷ്യരാക്കി ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഭാരതത്തിന് വേണ്ടിയല്ലേ നമ്മൾ അവിടുത്തെ മിനിസ്ട്രി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? CBSE സിലബസിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വിദ്യാർത്ഥിനികളിൽ വലുതാക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, വാല്യൂസിനെ കുറിച്ച്. ആ വാല്യൂസ് ഒന്നും തന്നെ ഒരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ നിയന്ത്രണത്തിലുള്ളതല്ല. സത്യസന്ധത, പരമാർത്ഥത, സ്നേഹം, സേവനം, രാഷ്ട്രസ്നേഹം, പരസ്പര ധാരണ, ഇതുപോലെയുള്ള വളരെ ഗുണങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലൂടെ വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കുന്നതിന് ഒരു അധ്യാപകന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതനൊരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമ്പോൾ വളരെ അനായാസം താൻ വിശ്വസിക്കുന്ന മേൽപ്പടി സദ്ഗുണങ്ങൾ പകർന്നു നൽകുന്നതിനും അത് വിദ്യാർത്ഥികൾ സൂക്ഷിക്കുന്നത് കാണാനും സത്യം പറയുന്നവരായി, ധീരരായി, നല്ല അഭിപ്രായമുള്ളവരായി, നിലപാടുകളുള്ളവരായി, ഏത് കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള ഉൾക്കരുത്തുള്ളവരായും അവർ വളർന്നു വരുന്നത് കാണാൻ വളരെ സംതൃപ്തമായ ഒരു കാഴ്ചയാണത്. ഓക്കെ അച്ഛൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അകക്കണ്ണുകൾ തുറക്കുന്നവനാണ്. അതുപോലെ തന്നെ നമ്മുടെ തിമിരം ബാധിച്ച കണ്ണുകളെ വിദ്യാഭ്യാസം എന്ന മഷിക്കോൾ കൊണ്ട് തുറക്കുന്നവനാണ് അധ്യാപകൻ എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇത് ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അധ്യാപകൻ മനസ്സിനെ തുറക്കുന്നവനാണ്, ഉൾക്കാഴ്ചകൾ കൊടുക്കുന്നവനാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വിദ്യാഭ്യാസം ഒരാൾക്ക് സിദ്ധിക്കുമ്പോൾ പ്രാഥമികമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 3 തരത്തിലുള്ള ഉൾക്കാഴ്ചകളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, സ്വന്തമായ ജീവിതത്തെ വളരെ സ്ഥൂലമായും സത്യസന്ധമായും കണ്ടറിയാൻ ഉള്ള ഒരവസരം അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിലൂടെ പകർന്നു നൽകാനാവും. സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളെ വളരെ ക്രിയാത്മകമായി കണ്ടറിയാനുള്ള ഉൾക്കാഴ്ച നൽകാനാവും. അതുപോലെ തന്നെ ദൈവിക ബോധ്യത്തിലേക്ക് അവരുടെ ജീവിതത്തെ പറിച്ചു നടുന്നതിന്, ഏത് മതവിശ്വാസിയായാലും ദൈവിക ബോധ്യത്തിലേക്ക് അവരുടെ ജീവിതത്തെ പറിച്ചു നടുന്നതിനും വിവിധ മതസ്ഥർ തമ്മിൽ രാഷ്ട്രനിർമ്മിതിയിൽ ഒരു സമൂഹത്തിൻ്റെ ഭാഗം, ഒരു രാജ്യത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ പൗരബോധത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള സഹവർത്തിത്വവും ഒരുമയും നല്ല കാഴ്ചപ്പാടും പകർന്നു നൽകുന്നതിന് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ അധ്യാപന ശുശ്രൂഷയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾ അത് ഉൾക്കൊള്ളുന്നത് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു പുരോഹിതനല്ല എങ്കിൽ പോലും ഈ ഒരു ഉൾക്കാഴ്ച ഉണ്ടായോ? ഒരു പുരോഹിതനല്ലാത്ത അധ്യാപകന് പോലും ഈ ഒരു മതത്തെയും നശിപ്പിക്കാനോ അതുപോലെ തന്നെ അതിനെ നോവിക്കാനോ ഒരു അധ്യാപകനും ഇടപെടരുതെന്നാണ് ഞാൻ പറയുന്നത്. അച്ഛൻ്റെ ഒപ്പീനിയൻ എന്താണ്? സത്യമേവ ജയതേ എന്ന് ഉച്ചൈസ്ഥിരം ഘോഷിക്കുന്ന ഈ ആർഷഭാരതത്തിൽ സത്യമെന്നത് ഒരു മതത്തിൻ്റെയും സ്വത്തല്ല എന്ന് മനസ്സിലാക്കി വിശാല ലോകത്തിന് വളരെ വിജ്ഞാനം കൊടുക്കത്തക്ക വിധത്തിൽ എല്ലാ മതത്തിൻ്റെയും നല്ല അംശങ്ങൾ ജീവിതത്തിൽ വളരെ വിവേകത്തോടെ സ്വാംശീകരിച്ച് പകർന്നു നൽകുക എന്നുള്ള ചാനലുകളായി പ്രവർത്തിക്കുക എന്നുള്ള സരളകർമ്മമല്ലാതെ മറ്റൊന്നുമല്ല വിദ്യാഭ്യാസം. ഓക്കെ അച്ഛാ, തോമസ് മാത്യച്ചൻ പുന്നവേലിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അതെ. അത് കഴിഞ്ഞ പല ദേശത്ത് ഭാരതത്തെ എല്ലാം തൊട്ടറിഞ്ഞ് ഗ്രാമത്തെ എല്ലാം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ്. തിരിച്ചു മടങ്ങി കോഴഞ്ചേരിയിലേക്ക് വന്നു. കോഴഞ്ചേരി വന്ന സമയത്ത് വള്ളപ്പാട്ടുകളും പമ്പയുടെ തീരവും അച്ഛനെ സുഖപ്പെടുത്തിയെന്ന് എനിക്കറിയാം. അവിടുത്തെ മതസൗഹാർദ്ദം നമുക്കറിയാമല്ലോ, ഒരു കരയോഗം, അവിടെ ജീവിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ബന്ധം,
അതൊക്കെ അച്ഛൻ രുചിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് അതൊക്കെ അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അവിടെ നാടിൻ്റെ നന്മയെന്ന് പറയാൻ എന്തൊക്കെയുണ്ട്? അവിടെയുള്ള കരക്കാരെല്ലാം തമ്മിൽ വളരെയധികം ഇഴയെടുപ്പമുള്ള സൗഹൃദം നൂറ്റാണ്ടുകളായി സൂക്ഷിക്കുന്ന ഒരു കരയിലാണ് കോഴഞ്ചേരിയിൽ ഞാൻ പാർത്തത്. തന്നെയുമല്ല, പമ്പയാറിൻ്റെ തീരം എന്നെ വളരെയധികം സന്തോഷഭരിതമാക്കിയിട്ടുണ്ട്. ഞാൻ ആ 4 വർഷം അവിടെ പാർത്ത സന്ദർഭങ്ങളിലെല്ലാം തന്നെ എല്ലാ ദിവസവും തെറ്റാതെ പമ്പയാറിനെ വീക്ഷിക്കാനായി എൻ്റെ പ്രഭാത സന്ദർഭങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആറന്മുള അമ്പലം, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, ലോകപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ, ഇതെല്ലാം തന്നെ ആ ദേശത്തിൻ്റെ വികാരമായി സൂക്ഷിക്കുന്നു എന്നത് എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാവും. തന്നെയുമല്ല, കോഴഞ്ചേരി വലിയ പള്ളിയോട് ചേർന്നുള്ള കൊച്ചുപള്ളി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളിലൊന്നാണ്. അവിടെ രാവിലെ 5:30 മണിയാവുമ്പോൾ പ്രഭാത ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനകൾക്ക് വേണ്ടി പള്ളി തുറന്നിടാറുണ്ട്. സമൂഹത്തിലെ നാനാ ശ്രേണിയിൽപ്പെട്ട ആളുകൾ മൗനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ആയി ആ പള്ളിയിൽ വന്നെത്തുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. തന്നെയുമല്ല, ആളുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾ നമ്മുടെ മനസ്സിലോ ചിന്തയിലോ വരാറില്ല. വള്ളംകളി ലോകപ്രസിദ്ധമാണ്. വള്ളംകളി പ്രവർത്തനങ്ങളിൽ, ആലോചനകളിലും ആസൂത്രണത്തിലും യഥാർത്ഥത്തിലുള്ള വള്ളംകളിയിലും കരമറന്ന്, മതം മറന്ന് പങ്കെടുക്കുന്ന ക്രൈസ്തവരെയും അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരന്മാരെയും മറ്റിതര സമൂഹത്തിൽപ്പെട്ടവരെയും കാണുന്നത് തന്നെ നമുക്ക് നയനാനന്ദകരമായ, വളരെ സന്തോഷപ്രദമായ ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ കാണുന്നതിനും പങ്കെടുക്കുന്നതിനും പോകുന്നതിനുമൊക്കെയുള്ള അവസരം 2020-24 കാലയളവിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കും. ഓക്കെ അച്ഛാ, ഇത് ഒരു നാടിൻ്റെ നന്മയാണ്. മതസൗഹാർദ്ദം പരിപോഷിപ്പിക്കുന്ന നാട്ടുനന്മകളാണ്. അപ്പോൾ അത് നമ്മളെല്ലാം ഭാഗഭാക്കുകളാവുന്നുണ്ട്. അപ്പോൾ അത് ഇന്നും വളരെ പ്രസക്തമായി നിലകൊള്ളുന്നുണ്ട്. അത് സന്തോഷകരമായൊരു അനുഭവമാണ്. ദേശത്ത് പട്ടക്കാരൻ എന്ന് പറയുന്നത് അർത്ഥവത്താവുന്നുണ്ട്. അച്ഛൻ്റെ കുടുംബം, മക്കൾ എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് അച്ഛൻ പറയാമോ? എൻ്റെ ഭാര്യ MA എക്കണോമിക്സ് കഴിഞ്ഞ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദധാരിയാണ്. എന്നോടൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ജീവിത പങ്കാളിയാണ് എൻ്റെ ഭാര്യ ശ്രീമതി റീച്ചൽ തോമസ് മാത്യു. റീച്ചൽ തോമസ് മാത്യു ആനിക്കാട്ട് സ്വദേശിയാണ്. അതുപോലെ തന്നെ എനിക്ക് 2 മക്കളാണ്. എൻ്റെ മൂത്ത മകൻ്റെ പേര് ജോ. അവൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്, ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷും ജേർണലിസവും ഡ്യുവൽ മാസ്റ്റേഴ്സ് ചെയ്ത ശേഷം ഇപ്പോൾ ആമസോണിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിയോ സ്പേഷ്യൽ സയൻസ് കഴിഞ്ഞ് മെൽബണിൽ, ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തത് മകളാണ്. മകൾ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായി പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ ശേഷം ബൈജൂസിലും തുടർന്ന് ഇപ്പോൾ ഒരു EdTech കമ്പനിയിൽ ജോലി ചെയ്യുന്നു. തിരുവനന്തപുരത്ത് താമസിക്കുന്നു. അവരുടെ എല്ലാം വിദ്യാഭ്യാസ പ്രക്രിയ സ്വന്തം താല്പര്യമനുസരിച്ച് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അച്ഛാ, ഇത്രയും നേരം അച്ഛൻ്റെ ആശയങ്ങളും ദർശനങ്ങളും പങ്കുവച്ചു. എക്സ്പെഷ്യലി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ആശയങ്ങൾ പങ്കുവച്ചു, വ്യക്തിഗതമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. വളരെ നന്ദിയുണ്ട്. പുരോഹിത ദർശനത്തിൽ ഇന്ന് വന്ന ഈ ആശയങ്ങൾ പങ്കുവച്ചതിൽ സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. നന്ദി പ്രിയപ്പെട്ട അച്ഛൻ. ഇന്നത്തെ പുരോഹിത ദർശനം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.